ഇന്ന് നമ്മുടെ ഫേസ്റ്റ് റമലാൻ വ്ളോഗാണ്. അത്താഴത്തിന് നമുക്ക് കഴിക്കാനായിട്ടുണ്ടായത് ബട്ടൂരയും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി എഴുന്നേറ്റതിന് ശേഷം നമുക്ക് കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നപ്പോൾ ഇമ്മച്ചി ഇവിടെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇത് എന്നും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. പത്തിരി ആയാലും സമൂസ ആയാലും കട്ട്ലേറ്റ് ആയാലും ഒക്കെ നേരത്തെ ഇങ്ങനെ റെഡിയാക്കി വെക്കും. എന്നിട്ട് പിന്നെ നോമ്പ് തുറക്കാനുള്ള ആ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മളിത് പൊരിച്ചെടുക്കുകയും ചുട്ടെടുക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ ഞാൻ കൂടുതൽ നേരമൊന്നും അവിടെ നിന്ന് തിരിയാൻ നിന്നിട്ടില്ല. നമുക്ക് എന്താണ് ഒരു പ്രൊമോഷനും പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ പോകാനുണ്ട്. അപ്പം അങ്ങനെ കുളിച്ച് മാറ്റിയിട്ട് നേരെ പ്രൊമോഷൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് വന്നത്. നമ്മൾ ഇന്നലെ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ അതിൽ ഷുഗർ വാങ്ങിക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നു. പിന്നെ വീട്ടിൽ വന്നാൽ നമുക്കുള്ള മെയിൻ പരിപാടി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോമ്പ് തുറക്കാനുള്ള സമയമായി തുടങ്ങി. ഇന്നാണെങ്കിൽ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട മെനു കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ക്യാരറ്റ് ജ്യൂസ് ഉണ്ട്, പത്തിരി ഉണ്ട്, സമൂസയും കട്ട്ലേറ്റും ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു നോമ്പ് തുറയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ആ ഒരു പ്രൊമോഷന്റെ ഷൂട്ടിന്റെ കുറച്ച് ഭാഗങ്ങൾ എടുക്കാൻ പോകാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് വന്നു. നമ്മളൊരു പിzzയും കൂടെ കഴിച്ചു. എന്തായാലും ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ഡേ. നിങ്ങളുടെ നോമ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ.